വീഡിയോ ശ്രദ്ധിക്കുന്നവർക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, എല്ലാ മതങ്ങളിലും മതവിശ്വാസികളിൽ അഥവാ ദൈവവിശ്വാസികളായിട്ടുള്ളവരെല്ലാം ദൈവത്തിൽ നിന്ന് പ്രസാദം ലഭിക്കണമെന്നും ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ഒരുപാട് പണം ചെലവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവപ്രസാദം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് അനേകർ. എന്നാൽ വളരെ ലളിതമായ വിധത്തിൽ ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം ഒരു മാർഗമുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാ മതങ്ങളിൽപ്പെട്ടവരും അവർ വിശ്വസിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി കയ്യിൽ അധ്വാനിച്ച് ലഭിക്കുന്ന പണം അധികം ചെലവഴിക്കുകയും തീർത്ഥയാത്രകൾ നടത്തുകയും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും വഴിപാടുകൾ അർപ്പിക്കുകയും നേർച്ചകൾ കഴിക്കുകയും അങ്ങനെ മനുഷ്യന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി എന്തെല്ലാം കാര്യങ്ങൾ പ്രവർത്തിക്കാവോ അതെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രസാദം ലഭിക്കും എന്നാഗ്രഹിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുകയാണ്. ഓരോ കാര്യം, ഒരു വഴിപാട് തുടരെ കഴിക്കുന്നു, ഓരോ നേർച്ച കാഴ്ച ഇതെല്ലാം തുടരെ ചെയ്യുന്നു. തീർത്ഥയാത്രകൾ ആണ്ടിൽ ഒരു പ്രാവശ്യം വെച്ച് എല്ലാ വർഷവും പോകുന്നു. അതുപോലെ തന്നെ ലഭിക്കുന്ന പണം മുടക്കി പല കാര്യങ്ങളും ദേവാലയങ്ങളിൽ ചെന്ന് ചെയ്യുകയാണ് ദൈവത്തിൽ നിന്നൊരു പ്രസാദം ലഭിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് വളരെ ലളിതമായ ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിന് പണം ചെലവിടേണ്ട ആവശ്യമില്ല, കർമ്മങ്ങളില്ല, വഴിപാടുകളില്ല, അർപ്പണങ്ങളില്ല, ബലികളില്ല, തീർത്ഥയാത്രകളില്ല. അത് ഏതൊരു മനുഷ്യനും അവനായിരിക്കുന്ന സ്ഥലത്ത് വെച്ച് ചെയ്യാവുന്ന, ഭവനത്തിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും അവന് ചെയ്യാവുന്ന വളരെ ലളിതമായ ഒരു മാർഗമുണ്ട് ദൈവപ്രസാദത്തിന് വേണ്ടിയിട്ടുള്ള. ആ മാർഗം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിന് പാരമ്പര്യമായിട്ട് മാതാപിതാക്കൾ ചെയ്യുന്ന പല കാര്യങ്ങളും മക്കളായിട്ട് അനുകരിച്ചു പോരുന്നു. അതുപോലെ ഒരു ദേശക്കാർ ഒരു വിധത്തിൽ ചെയ്താൽ മറ്റൊരു ദേശക്കാർ മറ്റൊരു വിധത്തിൽ ചെയ്യുന്നു. ഒരു മതം ഒരു രീതിയിലാണെങ്കിൽ മറ്റൊരു മതം മറ്റൊരു രീതിയിലാണ്. ഇങ്ങനെ വിവിധങ്ങളായ മാർഗങ്ങളിലൂടെയും വിവിധങ്ങളായ കർമ്മങ്ങളിലൂടെയും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കളോട് ഞാൻ വളരെ ലളിതമായൊരു മാർഗം പറഞ്ഞു തരാം. അത് ഈ ലോക ചരിത്രത്തിൽ എല്ലാറ്റിൻ്റെയും ആധികാരികമായ അടിസ്ഥാനമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ കുറേ പുരുഷാരം വന്നിട്ട് യേശുക്രിസ്തുവിനോട് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ആ കൂടി വന്ന ജനം അപ്പോൾ അവർ ചോദിച്ചു, ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക, അതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി. ഈ ലോക ചരിത്രത്തിൽ ദൈവമെന്നും ദൈവപുത്രൻ എന്നും ദൈവം അയച്ച ആ ദൈവത്തിൻ്റെ പ്രവാചകനെന്നും എല്ലാം വിവിധമായ രീതികളിൽ വിശ്വസിക്കുകയും ആരാധിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്. യേശുക്രിസ്തു ഒരിക്കലും പൊളിവാക്കുകളോ നുണയോ സത്യമല്ലാത്ത കാര്യങ്ങളോ പറയത്തില്ല. എന്നാൽ യേശുക്രിസ്തു പലവട്ടം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞേ സംസാരിക്കാറുള്ളൂ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളെല്ലാം മാറ്റമില്ലാത്ത വാക്കും, അതുപോലെ തന്നെ ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും എൻ്റെ വാക്കുകൾക്ക് ഒരു വള്ളിയെങ്കിലോ ഒരു പുള്ളിയെങ്കിലോ മാറ്റം വരികയില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതാണ്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ ഒരു വചനമാണിത്. യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? ജനം യേശുവിനോട് ചോദിച്ചിങ്ങനെയാണ്, ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
അപ്പം അവർ ചോദിച്ചത് ചില കർമ്മങ്ങൾ ചെയ്താൽ മതിയോ എന്നാണ്. അതായത് തിരി കത്തിച്ചാൽ മതിയോ, എണ്ണ ഒഴിച്ചാൽ മതിയോ, നേർച്ച കഴിച്ചാൽ മതിയോ, ഭണ്ഡാരത്തിൽ പൈസ ഇട്ടാൽ മതിയോ, അല്ലെങ്കിൽ തീർത്ഥയാത്ര നടത്തിയാൽ മതിയോ, ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്നാണ് അവർ ജനം ചോദിക്കുന്നത്. അന്നേരം യേശുക്രിസ്തു ഒരൊറ്റ വാക്കിൽ അതിന് മറുപടി പറയുകയാണ്, ദൈവം അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി, അല്ലെങ്കിൽ ദൈവം പ്രസാദിക്കുന്ന പ്രവൃത്തി. പ്രിയ ശ്രോതാവെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് വേണ്ടി പണം ചെലവിടുന്ന, തീർത്ഥയാത്ര നടത്തുന്ന, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്ന ഈ പാഴ് പരിപാടികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരൊറ്റ കാര്യം മാത്രം ചെയ്യുന്നുവെങ്കിൽ നിങ്ങളിൽ ദൈവം പ്രസാദിക്കുമെന്ന് കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തേക്കുവാണ്. കർത്താവായ യേശുക്രിസ്തു ദൈവം അയച്ചവനിൽ, അതായത് ഈ ലോകം നാശത്തിലേക്ക് പോയപ്പോൾ തിന്മയുടെയും പാപത്തിൻ്റെയും അതിപ്രസരം മുഖാന്തരം മനുഷ്യൻ നാശത്തിലേക്കും നരകത്തിലേക്കും പോയപ്പോൾ ദൈവം ലോകത്തിലെ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് അവനെ വീണ്ടെടുക്കുവാനായിട്ട് പദ്ധതി ഒരുക്കി തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. ആ ദൈവപുത്രനായ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് ദൈവത്തിൻ്റെ ഹിതം എന്താണോ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് നിവർത്തിച്ചുകൊണ്ട് അവൻ ക്രൂശിൽ മരിച്ച് അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. ഇന്ന് സ്വർഗത്തിലിരിക്കുകയാണ്. ആ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ 33.5 വർഷം ജീവിച്ചു. 3.5 വർഷം പരസ്യ ശുശ്രൂഷ ചെയ്തു. ആ പരസ്യ ശുശ്രൂഷ കാലയളവിൽ യേശുക്രിസ്തു പല അത്ഭുതങ്ങൾ ചെയ്തു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം അതിൻ്റെ പിറ്റേ ദിവസം നടന്ന ഒരു സംഭവത്തോടുള്ള ബന്ധത്തിൽ ജനം യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ജനം യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് മറുപടിയായിട്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ദൈവം അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി. പ്രിയ ശ്രോതാവേ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ദൈവപ്രസാദം ലഭിക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരൊറ്റ കാര്യം മാത്രം ചെയ്യുക, കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക. അതാണ് യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്. പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലുള്ള സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ സർവേശ്വരന് പ്രസാദമുള്ള പ്രവൃത്തി ദൈവം ലോകത്തിലേക്ക് അയച്ച, ലോകത്തിൻ്റെ പാപം വഹിച്ചുകൊണ്ട് ലോകത്തെ രക്ഷിപ്പാൻ വേണ്ടി ലോകത്തിലേക്ക് അയച്ച യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് കർത്താവായ യേശുക്രിസ്തു തിരുവായി മൊഴിഞ്ഞ് അരുളി ചെയ്തതാണ്. ആ പ്രവൃത്തി അല്ലാതെ മറ്റൊരു മാർഗവും ദൈവപ്രസാദം ലഭിക്കുവാനായിട്ടില്ല. കർമ്മമാർഗങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നേർച്ചകളോ കാഴ്ചകളോ കൊടുക്കലുകളോ വാങ്ങലുകളോ പുണ്യപ്രവൃത്തികളോ നീതിപ്രവൃത്തികളോ ഇതൊന്നും ദൈവപ്രസാദം ലഭിക്കുവാൻ കാരണമായതല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം അയച്ചവനിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിയായി ജീവിക്കുവാൻ വേദപുസ്തകം നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ആ സത്യം ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ച് തന്നു എന്ന് മാത്രം. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അഥവാ ദൈവം പ്രസാദിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് യാതൊരു ചെലവുമില്ലാതെ, യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ വളരെ ലളിതമായ വിധത്തിൽ യേശുവിനെ നമ്മൾ വിശ്വസിക്കുക, ദൈവം അയച്ച ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളൊരൊറ്റ പ്രവൃത്തി മാത്രമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി അഥവാ ദൈവം പ്രസാദിക്കുന്ന പ്രവൃത്തി. അങ്ങനെ ദൈവം പ്രസാദിക്കുന്ന, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ ഞാൻ താങ്കളെ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.